അപ്പൊ സ്റ്റാൻഡേർഡിനകത്ത് നമ്പേർഡും നെയിംഡും നമ്മൾ പറഞ്ഞു. ഇനി എക്സ്റ്റെൻഡഡ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. റൈറ്റ്. എല്ലാവരും ശ്രദ്ധിക്കും. അപ്പം എക്സ്റ്റെൻഡഡ് ആക്സസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്ററിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ. എന്ന് വെച്ചാൽ സോഴ്സിനകത്ത് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം, ഡെസ്റ്റിനേഷനകത്ത് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം, പ്രോട്ടോകോളിന്റെ സർവീസസിനെ ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്യാം, പോർട്ട് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഏതിനകത്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡഡ് ആക്സസിനകത്ത് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡിനകത്ത് ഇത് ഉണ്ടായിരുന്നില്ല. സ്റ്റാൻഡേർഡിനകത്ത് എന്തായിരുന്നു പ്രത്യേകത, ഒരു ഭാഗം മാത്രമേ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എക്സാമ്പിൾ പറയാൻ, ഒരു നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഡെസ്റ്റിനേഷനകത്ത് ചെന്നിട്ട് വേണം പറയാനായിട്ട്, അല്ലെ? അപ്പൊ നമ്മുടെ പ്രത്യേകത, സെക്ഷൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കാണുന്ന ഡിവൈസിനെ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ഡിനേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ ചെയ്യാം, R1 തന്നെ എനിക്ക് ചെയ്യാം. സാധാരണ കേസ് ഇത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഞാൻ എവിടെ നിന്നിട്ടായിരിക്കും പറയുന്നത്, ഇതിനകത്ത് ഇവിടെ കയറിയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റെൻഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ട്രാഫിക്കും എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം. അതാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും താഴെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ആ ക്വസ്റ്റ്യൻ നോക്കാം. ഡിനേ HTTP സർവീസ് ഫ്രം 10.2. 10.2 മാത്രം HTTP പറഞ്ഞാൽ എന്താണ്, ഇന്റർനെറ്റ് കിട്ടരുത്. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണം, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സിൻടാക്സ് കണ്ടില്ലേ, എക്സ്റ്റെൻഡ് ആക്സസിന്റെ സിൻടാക്സ്. ആ സിൻടാക്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 10.2 പറയുന്ന കമ്പ്യൂട്ടറിന്, അപ്പൊ സോഴ്സ് ഐപി എത്രയാണ്, 10.2. അപ്പൊ ഏത് ഐപിയിലോട്ട് കോൺടാക്ട് ചെയ്തത്, വെബ് സെർവർ എവിടെ കിടക്കുന്നത്, ഏത് ഐപിയിലാ, 30.4 എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു വെബ് സെർവർ കൊണ്ട് വെച്ചിട്ടുണ്ട്, 30.4 എന്ന് പറഞ്ഞിട്ട് ഒരു ഐപിയും കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് എന്ന് വെച്ചാൽ അത് ഇന്റർനെറ്റ് സർവീസ് ഇതാണെന്ന് വിചാരിച്ചോളൂ, ഒരു വെബ് സെർവർ. അതിലോട്ട് 10.2 മാത്രം എന്ത് കിട്ടരുത്, ഇന്റർനെറ്റ് കിട്ടരുത്. ബാക്കി എല്ലാവർക്കും ഇന്റർനെറ്റ് കിട്ടണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ സിൻടാക്സിന് ബേസ് ചെയ്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അവിടെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, R1 തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ സിൻടാക്സ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പറയാം. ആക്സസ് ഹൈഫൻ ലിസ്റ്റ്, ലിസ്റ്റ് നമ്പർ നമുക്ക് 100 to 199 ആണ്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്തായിരുന്നു, 1 to 99 ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 100 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആ ക്വസ്റ്റിനകത്ത് പെർമിറ്റ് ആണോ ഡിനേ ആണോ, ഡിനേ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനേ എന്ന് പറയുന്നു. എല്ലാവരും സൈലൻസ് സോണിൽ ഇരിക്കല്ലേ, റിപ്ലൈ തരും. ഓക്കെ, ദെൻ ഈ പറയുന്ന HTTP സർവീസ് എന്ന് പറയുന്നത് TCP അണ്ടറിലാണോ UDP അണ്ടറിലാണോ വരിക, ആരും അറിയില്ലേ, TCP കാലത്ത്. യെസ്. അപ്പൊ നമ്മള് TCP UDP ICMP എന്ന് കേട്ടിട്ടുണ്ടോ, ഇമെയിൽ പാക്കറ്റ്സ് അല്ല, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ നിങ്ങൾ പിങ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാറില്ലേ, ഈ പിങ് എന്ന് പറയുന്ന കമാൻഡിന്റെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ, പക്ഷെ നമുക്കത് അറിയില്ല. അറിഞ്ഞിരിക്കുക, പിങ് എന്ന് പറയുന്ന കമാൻഡ് അടിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോട്ടോകോൾ റൺ ചെയ്യുന്നുണ്ട്, ഒരു സർവീസ് റൺ ചെയ്യുന്നുണ്ട്. ആ സർവീസിന് വിളിക്കുന്ന പേരാണ് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ല ഡിനേ ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഡിനേ ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ICMP. നമുക്ക് വേണ്ട എന്താണ്, ഒന്നുകിൽ TCP അല്ലെങ്കിൽ UDP പറയുന്ന സർവീസ് ആണ്. TCP അല്ലെങ്കിൽ UDP പറയുന്ന സർവീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം HTTP എന്ന് പറഞ്ഞാൽ അത് ഏതിനകത്ത് വരുന്നതാണ്, TCP അകത്ത് വരുന്നതാണ്. അപ്പൊ ഡിനേ നമുക്ക് എന്ത് കൊടുക്കാം, ഡിനേ TCP. യെസ്, TCP. ദെൻ സോഴ്സ് IP, ഏത് IP നെ ഡിനേ ചെയ്യുന്നത് നമുക്ക്, 10.2. 10.2. എത്ര IP നെ ഡിനേ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ വരെ എത്തിട്ടോ, സോഴ്സ് IP എത്ര IP നെ ഡിനേ ചെയ്യേണ്ടത്, ഒരു IP അല്ലേ. വെൽക്കം മാസ്ക് എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. ദെൻ ഏത് IPയിലോട്ട് പോകുമ്പോൾ, 34. എത്ര IPയിലോട്ട് പോകുമ്പോൾ, ഒരു IP. ഓക്കെ, ഇനി നിങ്ങൾ കാണുന്ന സിൻടാക്സ് ലോജിക് എന്നാണ്. നമുക്കറിയാം HTTP സർവീസിന്റെ പോർട്ട് നമ്പർ എത്രയാ, 80.
ഇപ്പൊ ഞാൻ ഇവിടെ 80 എന്ന് എനിക്കറിയാം. അതാണ് പോർട്ട് നമ്പർ എത്രയാണ്? 80 എന്ന് എനിക്കറിയാം. ഞാനിവിടെ GT എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് മീൻ ചെയ്യുന്നത്. 80ക്ക് എബോ വരുന്ന എല്ലാ സർവീസ് എന്താവും? ഡിലേ ആവും. ഞാൻ LT കൊടുക്കുന്നെങ്കിലോ 80ക്ക് ബിലോ വരുന്ന എല്ലാ സർവീസ് എന്താവും? ഡിലേ ആവും. നമുക്ക് എന്തുമാത്രം ഡിലേ ചെയ്താൽ മതി? ഈക്വൽ. EQ മീൻസ് ഈക്വൽ. എന്തുമാത്രം? HTTP സർവീസിനകത്ത് വരുന്ന 80 പറയുന്ന പോർട്ട് നമ്പർ മാത്രം എന്തായാൽ മതി? ഡിലേ ആയാൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് പോർട്ട് നമ്പർ അല്ല, പോർട്ട് നമ്പർ ഓർമ്മയില്ല എങ്കിൽ യു ക്യാൻ യൂസ് www നെയിം വേണേലും കൊടുക്കാം. ഇതാണ് 80 പറയുന്ന സർവീസ് നമുക്ക് ഡിനൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ലൈൻ മനസ്സിലായല്ലോ? ആ ക്വസ്റ്റിനെ ബേസിൽ പറഞ്ഞപ്പോൾ സിന്റാക്സ് കംപ്ലീറ്റ് മനസ്സിലായില്ലേ? എന്താണ് 100 ഡിനേ? ഏത് സർവീസ്? TCP സർവീസ്. ഏത് IP ഡിനൈ ചെയ്യണം? 10.2 ഡിനൈ ചെയ്യണം. ഏത് IP-ലോട്ട് പോകുമ്പോൾ? 30.4-ലോട്ട് പോകുമ്പോൾ. 30.4-ലോട്ട് പോകുമ്പോൾ TCP അണ്ടറിൽ വരുന്ന ഏത് സർവീസ്? 80 പറയുന്ന സർവീസ്. ഇതാണ് നമ്മുടെ സിന്റാക്സ്. ഇനി നമുക്കറിയാം ഒരു സർവീസ് നമ്മൾ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഓട്ടോമാറ്റിക്കലി എന്താവും? Hello. ഡിനേ ആവും. ബാക്കി എല്ലാവരും ഡിനേ ആവും. അതിപ്പോ നിങ്ങൾ പെർമിറ്റ് ആണെങ്കിലും ഡിനേ ആണ്, ബാക്കി എല്ലാം ഡിനേ ആവും. അതാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? R1 കയറിയിട്ട് ആക്സിസ്റ്റ് എന്ത് കൊടുക്കണം? 100 എന്ന് കൊടുക്കണം. പെർമിറ്റ് IP എനി. ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷനും വരുന്നതുകൊണ്ടാണ് നമുക്ക് 2 എനി വന്നിരിക്കുന്നത്. എനി സോഴ്സ് എനി ഡെസ്റ്റിനേഷൻ. അപ്പോൾ സോഴ്സിനകത്തും ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യണം, ഡെസ്റ്റിനേഷനകത്തും ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? പെർമിറ്റ് ചെയ്യണം. കഴിഞ്ഞു. അതിനുശേഷം നേരെ നമ്മുടെ ഇന്റർഫേസിലോട്ട് വരുന്നു, അപ്ലൈ ചെയ്യുന്നു. IP ആക്സസ് ഗ്രൂപ്പ് 100 ഇൻ. എന്തുകൊണ്ടാണ് ഇൻ എന്ന് പറയുന്നത്? ഈ സർവീസ് കയറി വരുമ്പോൾ പറയുമ്പോൾ എന്താണ്? കയറി വരുവാണ് അങ്ങോട്ട്. അപ്പൊ എന്താണ്? ഇന്നാണ്. വെളിയിലോട്ട് പോകുമ്പോൾ എന്നല്ല, ഇത് ഇന്നാണ്. അപ്പം എക്സ്റ്റിന്റെ അകത്ത് കംപ്ലീറ്റ് ആൻസർ നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ? ഇന്നായിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ്റ്റൻഡ് ആക്സസിനകത്ത് വരുന്ന സിന്റാക്സ്. അതൊരു ക്വസ്റ്റ്യൻ ബേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ക്ലിയർ? എനി ഡൗട്ട്? സിന്റാക്സിനകത്ത് എനി ഡൗട്ട്? ലാബിലോട്ട് പോവാം. ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട് ലാബ്? ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ടാക്ടറൈസർ ഓപ്പൺ ചെയ്തിട്ട് ഈ ലാബ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം ചെയ്തത് സേവ് ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതാണോ ചെയ്തത് അതോ നമ്മൾ പഴയത് എഡിറ്റ് ചെയ്യണോ ചെയ്തത്? പഴയത് എഡിറ്റ് ചെയ്തേ. അതെ അല്ലേ? അപ്പൊ പാക്കറ്റ് റൈസിനകത്ത് റീസെന്റ് കൊടുത്ത കാണാൻ പറ്റും. ഫയലിനകത്ത് പോയിട്ട് റീസെന്റ് ക്ലിക്ക് ചെയ്താൽ എല്ലാ കോൺഫിഗറേഷൻ അവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണം, അല്ലാണ്ട് വെളിയിൽ കിടന്നു. എനിവേ എനേബിൾ ഓറാൻ സ്പേസ് അടിക്കാം. IP എല്ലാം ഉണ്ട്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആർട്ടിനകത്ത് ചെന്ന് ചെക്ക് ചെയ്യാം. ഓറാൻ സ്പേസ് അടിക്കാം. ആക്സസ് ഒന്നുമില്ല, എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആരെ കൊണ്ടുവരണം? ഒരാളെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഈസിയുടെ മേലെ കിട്ടുക. എന്നിട്ട് നമ്മൾ നേരെ സെർവർ കാണണം. ഈ സെർവർ ഡ്രാഗ് ചെയ്ത് വിടണം. ഇതാണ് നമുക്ക് ഇന്റർനെറ്റ് തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതിന് കണക്ഷൻ കൊടുക്കണം. റൈറ്റ് കേബിൾ ഇടുക. നമ്മുടെ ലാൻഡ് പോർട്ടിൽ നിന്നും ഉള്ള പോർട്ടിനകത്ത് കണക്ഷൻ കൊടുക്കും. എന്നതിന് ശേഷം ആ ഡിവൈസ് എന്ന് കൊടുക്കണം 30.4 എന്ന് പറയുന്ന IP നമ്മൾ കൊടുക്കണം. 30.4 എന്ന് പറയുന്ന IP കൊടുക്കാം. 192.168.30.4 8 കൊടുക്കണം. 30.1 192.168.30.1 ഇത്രയും കൊടുത്തതിന് ശേഷം ഒരു കാര്യം കൂടി കൺഫേം ചെയ്യണം. ഈ സർവീസസ് കാണുന്നുണ്ടോ? അതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് HTTP സർവീസ് ഓൺ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നത്. HTTPS ഒക്കെ എന്താണ് ഓൺ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നത്. ഓൺ ആണ്. അന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? ക്ലോസ്.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാസ്കും ചെയ്തിട്ടില്ല. സോ 10.2 പറയുന്ന കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യാൻ വന്നേ, ഇന്റർനെറ്റ് കിട്ടരുത് പറയുന്നത്. അപ്പോൾ ബ്ലോക്കിന് മുമ്പ് പുള്ളിക്കാരന് കിട്ടണമെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ 10.2 കയറുന്നു, ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, ലാസ്റ്റ് വിൻഡോ ഉണ്ട് വെബ് ബ്രൗസർ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു URL ബോക്സ് വരും, അതിനകത്ത് കയറിയിട്ട് ആ നമ്മുടെ സെർവറിന് IP പറഞ്ഞു കൊടുക്കുക 192.168.30.4 എന്നിട്ട് എൻ്റർ ചെയ്യാം. നമുക്ക് ആ സെർവറിലോട്ട് എന്ത് കിട്ടുന്നുണ്ട്, ആക്സസ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ജസ്റ്റ് ഒരു നമുക്ക് വെബ്സൈറ്റ് പോലെ സിസ്കോ പാക്കറ്റ് റൈസർ തന്നിരിക്കുന്നതാണ്. വെൽക്കം ടു സിസ്കോ പാക്കറ്റ് റൈസർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ വിൻഡോ ഓപ്പൺ ആവുന്നു. എന്ന് വെച്ചാൽ 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 8.4 എന്ന് പറയുന്ന സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമ്മളത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് കയറുന്നു. സോഴ്സ് തന്നെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറുന്നു. നമ്മുടെ സിന്റാക്സ് എങ്ങനെയായിരുന്നു, ആക്സസ് ലിസ്റ്റ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, 100 എന്ന് കൊടുക്കുന്നു. എന്താണ്, പെർമിറ്റ് ആണോ ഡിനേ ആണോ, ഡിനേ ആണ്. ഏത് സർവീസിനെ ഡിനേ ചെയ്യണം, TCPക്ക് അകത്ത് വരുന്ന സർവീസ് ആണ്. ഓക്കെ, സംഭവിച്ചു. ഏത് IP ഡിനേ ചെയ്യണം, 192.168. എക്സലന്റ്. എത്ര IP ആണ് വൈൽഡ് മാസ്ക്, ഒരൊറ്റ IP ആയതുകൊണ്ട് വൈൽഡ് മാസ്ക് 0.0. ഇനി ഏത് IP-ലോട്ട് പോകുമ്പോൾ 30.4-ലോട്ട് പോകും, 192.13.4. യെസ്, എക്സലന്റ്. എത്ര IP-ലോട്ട് പോകുമ്പോൾ ആ ഒരു എക്സ്ട്രാ 0.0.0. ഏത് സർവീസിനെ ഡിനേ ചെയ്യേണ്ടത്, 80 അല്ലെങ്കിൽ WW എന്ന് കൊടുക്കാം, എൻ്റർ ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ബാക്കിയുള്ളവർ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കമാൻഡാണ് ആക്സിസ്റ്റ് 100 പെർമിറ്റ് IP എനി. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം. ഏത് ഇന്റർഫേസിലൂടെ പോകുമ്പോൾ, IP ആക്സസ് ഗ്രൂപ്പ് 100 ഇൻ കയറി വരുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത്. യെസ്, ഡൺ. ടു ഷോ ACC ആക്സസ് വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ എടുത്തിരിക്കുന്നത് എന്താ നോക്കിക്കേ. ഇതെന്തായിക്കോട്ടെ, നമുക്ക് കൊടുക്കാം, പോർട്ട് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നെയിം കൊടുക്കാം. ഇവിടെ ഒരൊറ്റ IP ആയതുകൊണ്ട് വെൽക്കം മാസ്കിന് പകരം എടുത്തിരിക്കുന്ന നോക്കിയേ. ഇങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു IP മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വെൽക്കം മാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഹോസ്റ്റ് എന്ന് കൊടുക്കാം. ബട്ട് എന്തായിരിക്കണം, സിംഗിൾ IPs ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഹോസ്റ്റ് കൊടുത്ത് ചെയ്യാൻ സാധിക്കില്ല. സിംഗിൾ IP ആയതുകൊണ്ട് നമ്മൾ ഡിവൈസ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ IP ആയതുകൊണ്ട് ഹോസ്റ്റ് ഡിറ്റക്ട് ചെയ്യും. നമുക്ക് അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ യൂസ് എനിത്തിങ്, യു ക്യാൻ യൂസ് വെൽക്കം മാസ്ക് ഓർ യു ക്യാൻ യൂസ് ഹോസ്റ്റ്. ബട്ട് ഒന്ന് ഓർത്തിരിക്കുക, ഒന്നിലധികം IPs ഡിനേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, ഹോസ്റ്റ് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് തന്നെ വേണ്ടി വരും, വെൽക്കം മാസ്ക് തന്നെ വേണ്ടി വരും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു, എല്ലാം സക്സസ് ആണ്. ഇനി നമ്മൾ 10.2 പറയുന്ന കമ്പ്യൂട്ടർ കയറി ചെക്ക് ചെയ്താൽ എന്ത് കിട്ടാൻ പാടില്ല, കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ പാടില്ല. പക്ഷെ മറ്റുള്ള ഡിവൈസുകൾ എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ അല്ല, ഇന്റർനെറ്റ് സർവീസ് കിട്ടണം. എഗെയിൻ ഞാൻ കയറുന്നു 30.4-ലോട്ട്. എഗെയിൻ ഞാൻ ട്രൈ ചെയ്യുവാണ് 192.168.30.4. ഞാൻ എൻ്റർ അടിച്ചു. ടൈം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. ആ റിക്വസ്റ്റ് ടൈം ഔട്ട് നമുക്ക് എഴുതി കാണിക്കും. മീൻസ് അങ്ങോട്ട് 10.2 മാത്രം നമ്മൾ ഡിനേ ചെയ്തിരിക്കുന്നു. യെസ്, റിക്വസ്റ്റ് ടൈം ഔട്ട്. എന്നാൽ തൊട്ടടുത്ത PC-ക്കകത്ത് കയറിയാൽ എന്ത് സംഭവിക്കണം, നമ്മൾ പെർമിറ്റ് ഇനി കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി എല്ലാവർക്കും എന്ത് കിട്ടണം, ഇന്റർനെറ്റ് സർവീസ് കിട്ടണം. 192.168.30.4 കിട്ടുന്നുണ്ട്. അപ്പൊ അത് സക്സസ് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ആ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ആ സിന്റാക്സ് കംപ്ലീറ്റ് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് R1-നകത്ത് കയറി ഞാൻ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോ ആക്സിസ്റ്റ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിസ്റ്റ് കൊടുത്തോളും. ബട്ട് അപ്ലൈ ചെയ്ത് പോകണമെങ്കിൽ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് തന്നെ കൊടുക്കണം. അത് നേരത്തെ ടൈപ്പ് ചെയ്ത് അവിടെ ഉണ്ടാവും. ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ എന്ത് കൊടുത്താൽ മതി, നോ എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ റിമൂവ് ആയി. അപ്പൊ നമുക്ക് ഇനി പഴയ PC-ക്ക് എന്ത് കിട്ടണം, പഴയതുപോലെ 10.2-ന് ഇന്റർനെറ്റ് കിട്ടണം അല്ലെ. നമ്മൾ റിമൂവ് ചെയ്ത അവസ്ഥയ്ക്ക് ഇങ്ങനെ എന്ത് കിട്ടണം, ഇന്റർനെറ്റ് കിട്ടണം. യെസ്, ഇനി ഞാനിവിടെ കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് പഴയ പോലെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ടിനെ ടെൽനെറ്റ് ട്രാഫിക് ഫ്രം 10.2 പറയുന്ന കമ്പ്യൂട്ടർ 20.2 വഴി ആരെ കൺട്രോൾ ചെയ്യരുത്, R2-നെ കൺട്രോൾ ചെയ്യരുത്. മനസ്സിലായല്ലോ. 10.2 പറയുന്ന കമ്പ്യൂട്ടർ
20.2 വഴി 20.2 പറയുമ്പോൾ ഇതുവഴി ആരെ കൺട്രോൾ ചെയ്യരുത്? R2നെ കൺട്രോൾ ചെയ്യരുത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ടെൽനെറ്റ് ഏത് റൗട്ടിനകത്ത് ചെയ്യേണ്ടത്? ടെൽനെറ്റ് വഴി ആരെ കൺട്രോൾ ചെയ്യരുത്? R2നെ കൺട്രോൾ ചെയ്യരുതെന്നാണ്. അപ്പൊ ടെൽനെറ്റ് എവിടെ ചെയ്യേണ്ടത്? R2. ചെയ്യേണ്ടത് R2 R2. ടെൽനെറ്റ് R2നകത്ത് ചെയ്യണം. ബട്ട് കോൺഫിഗറേഷൻ ഒക്കെ അവിടെ ചെയ്താൽ മതി. ഏത് ഐ പി ഏത് സോഴ്സ് ഐ പി നമ്മൾ ഡിനൈ ചെയ്യുന്നത്? 10.2. അപ്പൊ 10.2 കിടക്കുന്ന റൗട്ടർ ഏതാ? R1നകത്ത്. അപ്പൊ ടെൽനെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് R2നകത്തും ആക്സിസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് R1നകത്ത്. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? R1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റൻഡ് ആയതുകൊണ്ട് സോഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ടെൽനെറ്റ് എനിക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? R2നകത്ത് കോൺഫിഗർ ചെയ്യുന്നതല്ലേ. അപ്പൊ R2നകത്ത് കയറി ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ടെൽനെറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നതിന് ശേഷം വേണം നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെൽനെറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. 100 101 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 100 എബോ എന്ന് കൊടുക്കാം. ആക്സിസ്റ്റ് 101 കൊടുത്തു, ഡിനേ കൊടുത്തു. ഏത് സർവീസ് ആണ്? ടെൽനെറ്റും ഏത് അണ്ടറിൽ വരുന്നതാ? TCP അണ്ടറിൽ വരുന്നതാണ്. ഏത് ഐപിനെ ഡിനേ ചെയ്യുന്നത്? 10.2നെ മാത്രം. സോ വെൽക്കം ആസ് 0. ഏതിലൂടെ പോകുമ്പോൾ? 20.2 വഴി പോകുമ്പോൾ. ഏത് സർവീസിന് ഡിനേ ചെയ്യണം? ടെൽനെറ്റ് പോർട്ട് നമ്പർ എത്രയായിരുന്നു? 23. ദെൻ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പെർമിറ്റ് ചെയ്യുന്നു. ദെൻ എവിടെ കയറി അപ്ലൈ ചെയ്യുന്നു? ഇന്റർഫേസ് F0/0 നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സർ ഒരു ഡൗട്ട്, അതായത് നമ്മുടെ ഈ എക്സ്റ്റൻഡഡ് പോളിസിയിൽ നമുക്ക് സോഴ്സിലും ഡെസ്റ്റിനേഷനിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ കേസിൽ R2 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പാടില്ല ഈ ഡിനൈൽ. ഒന്ന് ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള അവസ്ഥയ്ക്ക് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സോഴ്സിൽ വരുമ്പോൾ ഫിൽറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡെസ്റ്റിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും. ഓക്കെ, ബട്ട് ആലോചിച്ച് നോക്കുക, നമ്മുടെ ട്രാഫിക് ഇത്രയും ദൂരം ചെന്ന് അവിടെ എത്തുമ്പോഴല്ലേ അറിയുന്നേ അല്ല. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർവീസ് സോഴ്സ് തന്നെ ഡിനേ ആവില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മാക്സിമം എന്ത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്? എക്സ്റ്റൻഡ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ബിക്കോസ് സോഴ്സ് തന്നെ എല്ലാ സൊല്യൂഷൻ കിട്ടുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ നമുക്കൊന്ന് ആൻസർ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് കാരണം R2നകത്ത് കയറിയിട്ട് നമുക്ക് ടെൽനെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എവിടെ നിന്ന് അപ്ലൈ ചെയ്യണം? R1നകത്ത് വന്നിട്ട് കംപ്ലീറ്റ് കോൺഫിഗറേഷൻ അപ്ലൈ ചെയ്യണം. യെസ്, നമ്മൾ സെയിം ലാബിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ R2നകത്ത് ടെൽനെറ്റ് ഇല്ല, നമ്മൾ ഇന്നലെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോൺഫിഗറേഷൻ മോഡിൽ കയറണം. ലൈൻ VTY മീൻസ് വിർച്വൽ ടെലിടൈപ്പ്. ബൈ ഡിഫോൾട്ട് കമാൻഡ് എത്ര പേർക്ക് വരെ ആക്സസ് ചെയ്യാം? 5 പേർക്ക് വരെ ഡിഫോൾട്ട് കമാൻഡ് ആണ്. യു ക്യാൻ യൂസ് 0/0 വേണമെങ്കിൽ കൊടുക്കാം. ഒരാൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒരു ഡിഫോൾട്ട് കമാൻഡ് കൊടുക്കുന്നു മാത്രം. ഒരു പാസ്വേഡ് കൊടുക്കുക. ഒരു 1 2 3 വരുന്ന പാസ് ഞാൻ കൊടുക്കുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. എന്നതിന് ശേഷം ലോഗിൻ എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുന്നു. ദെൻ എക്സിറ്റ് ചെയ്യുന്നു. എനേബിൾ പാസ്വേഡ് കൊടുക്കുന്നു. എനേബിൾ പാസ്വേഡ് കൊടുക്കുന്നു. അത് 3 2 1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ടെൽനെറ്റ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം R2നകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാം? ടെൽനെറ്റ് വഴി അയാൾക്ക് കയറാൻ പറ്റുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ക്ലോസ് ചെയ്യുന്നു. കമാൻഡ് പെർമിറ്റ് എടുക്കുന്നു. ടെൽനെറ്റ് 192.168.20.2 പാസ്വേഡ് ചോദിച്ചാൽ തന്നെ മീനിങ് എന്താണ്? കയറുന്നുണ്ട്. 1 2 3 പറയുന്ന പാസ്വേഡ് കൊടുത്തു. R2നകത്ത് കയറി എനേബിൾ ചെയ്തു. എഗെയിൻ പാസ്വേഡ് ചോദിച്ചു. 3 2 1 കൊടുത്തു. R2നകത്ത് വന്നു. സി, നമ്മൾ R2നകത്ത് വന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഹോസ്റ്റ് നെയിം ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, ഇഷ്ടമുള്ള പോലെ ആക്കുന്നു. അപ്പോൾ അത് മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെൽനെറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഒറിജിനൽ റൗട്ടിനകത്ത് വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി 3 എൻ്റർ അടിച്ചാൽ മതി കേട്ടോ. അവിടെ എന്ത് വന്നിട്ടുണ്ട്? നമ്മൾ ഏതോ ഒരു ലോക്കൽ PC-കകത്ത് ഇരുന്ന് ആക്സസ് ചെയ്ത നമ്മുടെ R2 പറയുന്ന റൗട്ടിനെ ആക്സസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതായി മനസ്സിലായി. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? അങ്ങനെ 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യേണ്ട? അങ്ങനെ മാനേജ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നമ്മൾ പോകുന്നു. ഓൾറെഡി എല്ലാ ആക്സസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ആക്സസ് ടു ഡിസ്പ്ലേ നമ്പർ കൊടുക്കുക. അതിനകത്തുള്ള പോലെ തന്നെ ഞാൻ കൊടുക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ഡിനേ ചെയ്യണം. ആരെ ഡിനേ ചെയ്യണം? 10.2 അല്ലെ. സർവീസ് ഏതാണ്? 23. 192.168.10.2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഹോസ്റ്റ് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം. ഹോസ്റ്റ് എന്ന് കൊടുത്തിട്ട് 192.168.10.2. ഓക്കെ, ഏത് ഹോസ്റ്റോട്ട് പോകുമ്പോൾ, ഏത് ഹോസ്റ്റ് വഴി പോകുമ്പോൾ? 192.168.20.2 വഴി പോകുമ്പോൾ ഏത് സർവീസിനെ ഡിനേ ചെയ്യണം? EQ23.
ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ആക്സിസ്റ്റ് 101 പെർമിറ്റ് IP ഇനി ഇന്റർഫേസിനകത്ത് കയറുന്നു. IP ആക്സസ് ഗ്രൂപ്പ് 101 in തീർന്നു. ഇവിടെ നമ്മൾ പോർട്ട് നമ്പർ കൊടുത്തപ്പോ നമുക്ക് ഉദ്ദേശം എന്താണ്? 23 വരുന്ന പോർട്ട് നമ്പർ നമുക്ക് അറിയാം. ഡിവൈസ് എടുത്തിരിക്കുന്നത് എന്താണ്? അതിന്റെ നെയിം ആണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ 10.2 പറയുന്ന കമ്പ്യൂട്ടർ 20.2 വഴി ആർട്ടുനെ മാനേജ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 10.2 കയറി ഒന്ന് ട്രൈ ചെയ്താലോ? ടെൽനെറ്റ് ഹലോ സൗണ്ട് കേട്ടില്ലായിരുന്നു ഇത്ര നേരം. ബാക്കിയുള്ള ആർക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? കുറച്ചു നേരം മ്യൂട്ടായി. കേൾക്കാമായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ 20.2 വഴി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കയറുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഡിനേ ആയി എന്നുള്ളതാണ്, ടൈം ഔട്ടായി. എന്നാൽ അടുത്ത PC എന്ത് ചെയ്യാൻ പറ്റണം? 10.2 മാത്രമേ നമ്മൾ ഡിനേ ചെയ്തിട്ടുള്ളൂ. അടുത്ത PC-ക്കകത്ത് കയറുന്ന ട്രൈ ചെയ്യാം. ടെൽനെറ്റ് സ്പേസ് 192.168.20.2 സി പാസ്വേഡ് ചോദിച്ചാൽ തന്നെ മീനിങ് എന്താണ്? കയറാൻ പറ്റുന്നുണ്ട് അല്ലെ? 123 എനേബിൾ ചെയ്തു. എഗെയിൻ പാസ്വേഡ് 321 എൻ്റർ ചെയ്തു. ഓപ്പറേഷൻ മോഡിൽ കയറുന്നു. ഹോസ്റ്റ് നെയിം ആർട്ടും കൊടുക്കുന്നു. ഫംഗ്ഷൻ ആണ്. അപ്പൊ അതും സക്സസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ആർട്ടിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ ആ നെയിം അവിടെ വന്നിട്ടുണ്ടാവും. സി ആർട്ടു ആയി മാറി. അപ്പൊ 10.2 നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡഡ് ആക്സസ് വെച്ച് 10.2 മാത്രം നമ്മൾ എന്ത് ചെയ്തു? ആർട്ടുനെ മാനേജ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് R1 കയറിയിട്ട് ആക്സസ് റിമൂവ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പോകും. ഓക്കെ, ഞാൻ നിൽക്കുന്നത് ഇന്റർഫേസിനകത്താണ്. സോ അപ്ലൈ ചെയ്ത് ആദ്യം റിമൂവ് ചെയ്യാം. യെസ്, എക്സിറ്റ് ചെയ്യുന്നു. ആക്സിസ്റ്റ് ഇത്ര കൊടുത്ത് 101 എല്ലാം റിമൂവ് ആയി. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. സോ 10.2 പഴയതുപോലെ കയറാൻ പറ്റുന്നു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇന്റർഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിന്റെ ഇത് തീരുന്നില്ലേ? മറ്റത് നമ്മൾ റിമൂവ് ആക്സസ് ലിസ്റ്റ് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ കിടക്കും. നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴും റീയൂസ് ചെയ്യാൻ പാകത്തിന് അവിടെ കിടക്കും, അവൈലബിൾ ആയിരിക്കും അല്ലേ? അവിടെ കിടക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്താൽ പോയി ഇല്ലെന്നല്ല പറയാം. പക്ഷെ അതേ ആക്സിസ് നമ്മൾ വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്താലോ? നമ്മളിപ്പോ ടെൽനെറ്റ് കേസാ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡിനേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. അപ്പൊ അതേ ലിസ്റ്റ് അവിടെ കിടക്കുന്ന സമയത്ത് അത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ആവില്ലേ? അതുകൊണ്ട് റിമൂവ് ചെയ്യും, കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം. ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മാത്രം റിമൂവ് ചെയ്താൽ മതി, ഫംഗ്ഷൻ ഉണ്ടാവില്ല. അപ്ലൈ ചെയ്യുമ്പോഴേ ആ ഇന്റർഫേസ് വഴി പോകുമ്പോൾ ആവുള്ളൂ. പിന്നീട് നമ്മൾ ഓർമ്മയില്ലാതെ അതേ ലിസ്റ്റ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ടാസ്ക് പറഞ്ഞാൽ സീനാവില്ലേ? വേറൊരു ടാസ്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യില്ലേ ഓൾറെഡി ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു പറയില്ല? ഇല്ല, ആ ലിസ്റ്റ് പറയില്ല, ഓൾറെഡി ഉണ്ടെന്ന് പറയില്ല. പിന്നെ നമുക്ക് ഒരേ ലിസ്റ്റിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ പോർട്ടുകൾ ചെയ്യാം. 101 തന്നെ എനിക്ക് വേണമെങ്കിൽ ICMP ട്രാഫിക് ഡിനേ ചെയ്യാം, ടെൽനെറ്റ് വേണമെങ്കിൽ ഡിനേ ചെയ്യാം, HTTP വേണമെങ്കിൽ ഡിനേ ചെയ്യാം. അങ്ങനെ ഐഡിയ കിട്ടിയോ? R1 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് എല്ലാം ക്ലിയർ ചെയ്തു. പഴയതുപോലെ മറ്റേ 10.2 ആക്സസ് കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ജമ്പ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ICMP ട്രാഫിക് ആണ്. ഏറ്റവും താഴെ നമുക്ക് കാണാം, കാണുന്നില്ലേ? താഴോട്ട് പോയോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? കാണുന്നില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിനേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഡിനേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ICMP ട്രാഫിക്കിന് എന്ത് നമ്മൾ ഡിനേ ചെയ്താൽ മതി.
അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാവും. ബിക്കോസ് പിങ് എന്ന് പറയുന്ന കമാൻഡിന്റെ ബാക്കിൽ റൺ ചെയ്യുന്ന സർവീസ് ആണ് ICMP എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിവൈസുകൾ തമ്മിൽ ഡിനേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് വെച്ച് ഡിനേ ചെയ്യാം? ICMP ട്രാഫിക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിനേ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിനേ ICMP ട്രാഫിക് ഫ്രം ഇവിടെ കഥ മാറി, നേരെ ഓപ്പോസിറ്റ് ആയിപ്പോ 30.2 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഏതെല്ലാം കമ്പ്യൂട്ടറിനെ കോൺടാക്ട് ചെയ്തത്? 10.2നെയും 3യെയും. 30.2 പറയുന്ന കമ്പ്യൂട്ടർ 10.2നെയും 3നെയും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ വരും? 0.1. യെസ്, എക്സലന്റ്. അപ്പൊ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ TC+ ആൻസർ കൊടുക്കാം ICMP. ഓക്കെ, 10.2 നേരെ നിങ്ങൾ എന്ത് കൊടുത്തോളൂ? 10.2 അല്ല 30.2. R2 കയറിയിട്ട് ഡിനെ എന്തുകൊണ്ട് R2 കയറിയ? നമ്മുടെ സോഴ്സ് എവിടെ കിടക്കുന്നത്? 30.2 എവിടെ കിടക്കുന്നത്? R2. R2 കയറി ആക്സസ് 101 ഡിനെ ICMP TCP UDP ICMP എന്നാണല്ലോ. അപ്പൊ ICMP സർവീസ് എനിക്ക് ഡിനെ ICMP കൊടുത്തു. ഏത് IP-നെ ഡിനെ ചെയ്യണം? 30.2നെ. ഏത് IP-ലോട്ട് പോകുമ്പോൾ? ഏതിലോട്ട് പോകുമ്പോൾ? 10.2ലോട്ട് പോകുമ്പോൾ. 10.2ലോട്ട് മാത്രമാണോ നമുക്ക് 3 കൂടി ഡിനെ ചെയ്യണ്ടേ? വേണ്ടേ? അപ്പൊ നമ്മള് ഇവിടെ വെൽക്കം മാസ്കിന് സ്ഥാനത്ത് ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10.2ഉം 10.3 എന്തായിക്കോളും? ഡിനെ ആയിക്കോളും. ICMP സർവീസിന് പ്രത്യേകിച്ച് പോർട്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഈ സെക്ഷൻ നമുക്ക് വേണ്ട. ICMPക്ക് എന്തില്ല? ICMP പറയുന്ന സർവീസിന് എന്തില്ല? പോർട്ട് നമ്പർ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ EQ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. എന്നതിന് ശേഷം ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? പെർമിറ്റ് IP any കൊടുക്കണം. ദെൻ ഇന്റർഫേസ് F0/0 കയറിയിട്ട് ഇതേപോലെ ഗ്രൂപ്പ് 101 ഇന്നെന്ന് കൊടുത്താൽ മതി. ആൻസർ ഒരു ഐഡിയ കിട്ടിയോ? 30.2 പറയുന്ന കമ്പ്യൂട്ടർ 10.2നെയും 3നെയും എന്ത് ചെയ്യരുത്? ആക്സസ് ചെയ്യരുത്. എന്നാൽ 10.3നെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഏതിനകത്ത്? വൈൽഡ് കാർഡ് മാസ്കിനകത്ത്. കംപ്ലീറ്റ് 0 ആണെങ്കിൽ എത്ര IP ഡിനെ ആവും? ഒരു IP. 0.0.0.0.1 ആണെങ്കിൽ എത്ര IP ഡിനെ ആവും? കോമ്പിനേഷൻ എന്തൊക്കെയായിരുന്നു? 0-1 കോമ്പിനേഷൻ. അപ്പോ 10.2ഉം 10.3 എന്താവും? ഡിനെയും. ബ്ലോക്ക് ചെയ്യേണ്ട IP നമ്മൾ കണ്ടിന്യൂസ് റേഞ്ചിൽ അല്ലെങ്കിൽ നമ്മൾ അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു. കേൾക്കുന്നില്ല, ഒന്നുകൂടി പറയാമോ? നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട IP ഇപ്പൊ ഇതിപ്പോ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റേ നമ്മുടെ വൈൽഡ് കാർഡ് നമ്മൾ യൂസ് ചെയ്തത്. അതെ, മീൻസ് വെൽക്കം മാസ്ക് യൂസ് ചെയ്ത് വൈൽഡ് കാർഡ് അല്ല. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ വേറൊരു റേഞ്ചിലുള്ള ഒരു 2-3 IP-കളാണെങ്കിൽ നമ്മൾ ഒറ്റ ആക്സസ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇപ്പൊ 101 തന്നെ നമുക്ക് കോമ ഇട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിനേ ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല. ഡെസ്റ്റിനേഷൻ 101 യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ നമ്പർ വെച്ച് ചെയ്യേണ്ടി വരും. വേറെ നെറ്റ്വർക്ക് അഡ്രസ് അല്ലേ ഉദ്ദേശിച്ചേ? വേറെ സർവീസ് അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്ക് അതിനകത്ത് പറ്റില്ല. അത് ഇൻഡിവിജ്വലി വേറെ തന്നെ ചെയ്യണം. ഒരേ ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓവർലാപ്പ് ആവും. ലാസ്റ്റ് പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഫംഗ്ഷൻ ആവുക. അതുകൊണ്ട് ഇൻഡിവിജ്വലി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വേറെ വേറെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ചെയ്യേണ്ടത് ഏത് ഡിവൈസിനകത്താണ്? R2-നകത്ത്. ഓൾറെഡി നമ്മൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ R2ന്റെ PC-കകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പിങ് അടിച്ചു. പിങ് 190.168 10.2ലോട്ട് പോകുമ്പോൾ ഡിനേ ആവണം. കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ഉണ്ട്. ഇയാള് എന്താവണം? ഡിനേ ആവണം. അതേപോലെ തന്നെ 3ലോട്ട് പോകുമ്പോഴും എന്ത് ചെയ്യണം? ഡിനേ ആവണം. ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ? ഈ 2 പീസിലോട്ട് ഇപ്പൊ ഓൾറെഡി എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ R2 പറയുന്ന റൗട്ടിനകത്ത് കയറി നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾറെഡി R2-നകത്ത് നമ്മൾ ഒരു ആക്സസും ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടു ACC അടിച്ചു നോക്കാം. ഒന്നും തന്നെ ഇല്ല. ആക്സസ് ക്രിയേറ്റ് ചെയ്യണം. ആക്സസ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. 100 എന്ന് കൊടുക്കുന്നു. നമ്മൾ ഡിനേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏത് സർവീസിനെ? ICMP സർവീസിന് ഡിനേ ചെയ്യുന്നു. ഏത് IP-ന്ന് ഏത് IP-ലോട്ട് പോകുമ്പോൾ?
30.2 30.2 നിന്നും 0.0.00 192.68 10.2 പോകുമ്പോൾ 10.2 മാത്രമല്ല ക്വസ്റ്റിനകത്ത് 3 കൂടി വന്നുകൊണ്ട് വെൽക്കം മാസ്ക് എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ 10.2 3 ഡിനേ ആണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? പെർമിറ്റ് ചെയ്യണം. 100 പെർമിറ്റ് ഇനി അപ്ലൈ ഇന്റർഫേസ് F0 IP ആക്സസ് 100 കയറി വരുമ്പോൾ തന്നെ ഡിനേ ചെയ്തേക്കും. ഫങ്ഷൻഡ് ആണ്. അപ്പൊ നമ്മൾ നേരെ 30.2 കയറിയിട്ട് കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യുന്നു. നേരത്തെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു 10.2 ഇപ്പൊ എന്താണ്? ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ ആണ്. 10.2 3 നമുക്ക് എന്താണ് കിട്ടുന്നില്ല. പക്ഷെ 4 എന്ത് ചെയ്യാൻ പറ്റണം? പിങ് കിട്ടണം. 5 പിങ് കിട്ടണം. അതാണ് നമ്മൾ പെർമിറ്റ് IP എനി എന്നുള്ള കമാൻഡ് കൊടുത്തത്. കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. 5 ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? കമ്മ്യൂണിക്കേറ്റ്. നമ്മളിപ്പോൾ ചെയ്തത് ICMP ട്രാഫിക്കിനെ ഡിനേ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്തത്. ഫങ്ഷൻഡ് ആണ്. അപ്പോൾ 2 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പൊ ഡിനേ ICMP ട്രാഫിക് ഫ്രം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 30.2 നിന്നും ഒരാളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 10.2 3 4 എന്ന് കൊടുത്തു. സെപ്പറേറ്റ് ചെയ്യണം. യെസ്, അതായത് എക്സാമ്പിൾ R2 കോൺഫിഗിനകത്ത് കയറിയതിനു ശേഷം ആക്സസ് -ലിസ്റ്റ് നമ്പർ എന്തെങ്കിലും കൊടുക്കുക. എക്സാമ്പിൾ 100 കൊടുക്കുന്നു. ഡിനേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സംഭവിച്ചു. ഏത് സർവീസാ? ICMP സർവീസ് ആണ് സംഭവിച്ചു. ഏത് IP ൽ നിന്ന് പോകുമ്പോൾ 192.168.30.2 പോകുമ്പോൾ എത്ര IP? ആ ഒരു IP. എങ്ങോട്ട് പോകുമ്പോൾ? ഞാൻ താഴെ സ്പേസിലാത്തോണ്ട് ഇത് വേണം. 192.168.10.2 പോകുമ്പോൾ എത്ര IP ആ? 10.2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇപ്പൊ 10.2 നേരെ നമ്മൾ ആദ്യം എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ബിക്കോസ് നമുക്ക് 2 എന്ന് പറയുന്ന വെൽക്കം മാസ്ക് ഇല്ല. അടുത്ത നമ്പർ എത്ര വരുന്നത്? 3 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ IP ഡിനേ ആവും? 2 3 ഡിനേ ആവും. ദെൻ അടുത്ത ലൈനകത്ത് സെപ്പറേറ്റ് ആയിട്ട് അഗൈൻ ഒരു ലൈൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് 10.4 എന്ന് കൊടുത്ത് നമ്മൾ എന്തിനു വരും? കംപ്ലീറ്റ് 0 കൊടുക്കും. സെയിം ലൈൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യണം. എന്നതിന് ശേഷം 10.4 നേരെ കംപ്ലീറ്റ് 0 കൊടുത്താൽ അത് ഡിനേ ആവും. ഈ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഹയർ എമൗണ്ട് വെൽക്കം മാസ്ക് കൊടുക്കുക, പിന്നെ ലോവർ എമൗണ്ട് കൊടുക്കുക. ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരേ ഒരു വ്യത്യാസം എന്താണ്? ഒരു ലൈൻ കൂടി എക്സ്ട്രാ വരും. 10.4 വേണ്ടി വെൽക്കം മാസ്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യും. ആർട്ടിനകത്ത് കയറുന്നു. ഓക്കെ, അപ്ലൈ ചെയ്തപ്പോൾ ഒന്ന് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ആയി. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 30.2 നിന്ന് 2 പഴയ പോലെ കമ്മ്യൂണിക്കേഷൻ ആയി. 3 കമ്മ്യൂണിക്കേഷൻ ആയി. പഴയ പോലെ എല്ലാം ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? 10.2 3 4 3 IP എനിക്ക് ഡിനേ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിന് വേറൊരു ആൻസർ കൂടി ഉണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് പറയാൻ പറ്റുമോ ചെക്ക് ചെയ്ത് നോക്കാം. ആക്സിസ്റ്റ് 111 എന്തിലും കൊടുക്കാം. ഡിനേ ICMP ഏത് IP ൽ നിന്ന് ഏത് IP ലോട്ട് പോകുമ്പോൾ 10.2 നിന്നും 192.168.10.2 വെൽക്കം മാസ്ക് 0.0.0.1 എന്ന് യൂസ് ചെയ്യാം. അപ്പൊ 10.2 3 ഡിനേ ആവും. എഗൈൻ അടുത്ത ലൈനകത്ത് കയറിയിട്ട്
ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇതാണ് ഉദ്ദേശിച്ചത്. ആക്സസ് ടു ഫുൾ വൺ പെർമിറ്റ് IP എനി ഇനി എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. Interface F0/0 IP access group 111 എല്ലാം ഫംഗ്ഷൻഡ് ആണ്. ഇത് കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സെയിം PC എടുക്കുന്നു. 10.2 ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ, 3 അൺറീച്ചബിൾ, 4 അൺറീച്ചബിൾ, ബട്ട് 5 മാത്രം എന്ത് കിട്ടും? കമ്മ്യൂണിക്കേഷൻ കിട്ടും. സി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ? ആ 10.5 മാത്രം അങ്ങോട്ട് പെർമിറ്റ് ചെയ്താൽ പോരെ? ബാക്കിയുള്ളവരെല്ലാരും ഓട്ടോമാറ്റിക് ഡിനെ ആവില്ലേ? അല്ലേ? അങ്ങനെ വേണേലും ചെയ്ത് നോക്കാം. ഓക്കെ, റിമൂവ് ചെയ്യാണ്. ദെൻ എക്സിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യാണ്. ആക്സസ് ടു കംപ്ലീറ്റ് റിമൂവ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെയിംഡ് ACL ആണ്. നെയിം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് നോക്കാം. നെയിം വെച്ച് പറയുമ്പോൾ സിമ്പിൾ ആ നെയിം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യരുത്? 30.2 എന്ത് ചെയ്യരുത്? പിങ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. എന്ത് യൂസ് ചെയ്യാം? നെയിംഡ് എക്സ്റ്റൻഡ് ACL യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യ സ്റ്റെപ്പ് നോക്കുക. ജസ്റ്റ് കോൺഫിഗറേഷൻ അറിയാൻ വേണ്ടി മാത്രം കൊടുത്തുന്നുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്പറുകൾ തന്നെയാണ്. അപ്പം IP ആക്സസ് ലിസ്റ്റ് എക്സ്റ്റൻഡ് മറ്റേ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നതിന് ശേഷം ചെറിയൊരു മാറ്റം സിന്റാക്സിൽ. ഡിനെ ICMP 10.2 അതിന്റെ വെൽക്കം മാസ്ക്. എങ്ങോട്ട് പോകുമ്പോൾ 30.2 അതിന്റെ വെൽക്കം മാസ്ക്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? പെർമിറ്റ് IP എനി. ദെൻ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കാണുന്നുണ്ടോ? ഫുൾ സ്ക്രീൻ ആക്കണം. അപ്പം അപ്ലൈ ചെയ്യുക. IP ആക്സസ് ഗ്രൂപ്പ് പേര് എന്താണ്? നമ്പർ കൊടുത്ത അവിടെ എന്ത് ചെയ്യുക? പേര് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇൻ എന്നുള്ള കമാൻഡ്. ക്ലിയർ ആണോ? ഇതുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സിന്റാക്സ് ഒന്ന് പറഞ്ഞു തരണേ. ഏത് റൗട്ടിനകത്ത് വരണ്ടേ? R1. കോൺഫിഗറേഷൻ മോഡിൽ കയറുന്നു. സിന്റാക്സ് എന്ന് പറയും. IP access list extended DTT. പേരെന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം deny ICMP 192.168 10.2 000 ഏത് APയിലോട്ട് പോകുമ്പോൾ 192.168 30.2 0000 permit IP any. That's it. എക്സിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അല്ലേ? Interface F00 IP access group name in. ഇത് നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നെയിം കൊടുത്തിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇനി 10.2 പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് കയറുക. in 192.168.30.2 ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് എന്താണ്? അൺറീച്ചബിൾ. പറ്റും. പക്ഷെ അടുത്ത IPയിലോട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളത് നമ്മൾ പെർമിറ്റ് ചെയ്തുകൊണ്ട്. നമ്മൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റിനകത്ത് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത സെഷനിലോട്ട് പോവാം.
നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഓൾറെഡി നിങ്ങളുടെ മോഡത്തിനകത്ത് എന്തായിരിക്കും, ഓൾറെഡി കോൺഫിഗേർഡ് ആയിരിക്കും. എന്നിരുന്നാലും അതിന്റെ തിയറി പാർട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് വർക്ക് ആണ്, നാറ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ കമ്പനിക്കകത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ കമ്പനിക്കകത്ത് ഒരു 100 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ലാൻഡിനകത്ത് ഇമാജിൻ ചെയ്യുക, ഒരു 100 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 100 കമ്പ്യൂട്ടേഴ്സിനും ഇന്റർനെറ്റ് വേണം. ഓക്കെ, 100 കമ്പ്യൂട്ടേഴ്സിനും എന്ത് വേണം, ഇന്റർനെറ്റ് വേണം. അപ്പോൾ എല്ലാവർക്കും ഇന്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പബ്ലിക് ഐപി കൊടുക്കണ്ടേ? എല്ലാവർക്കും പബ്ലിക് ഐപി കൊടുത്താൽ ഇന്റർനെറ്റ് കിട്ടുള്ളൂ. അതെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കമ്പനി എപ്പോൾ പൂട്ടിപ്പോയി ചോദിച്ചപ്പോര് 100 പേർക്ക് ഇൻഡിവിജ്വൽ കണക്ഷൻ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാല് പോസിബിൾ ആണോ? അത് 100 ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാം, 100 PC-ക്ക് വേണ്ടിയിട്ട് 100 ഇന്റർനെറ്റ് കണക്ഷൻ പോസിബിൾ ആണോ? അല്ല. ഒരിക്കലുമല്ല. നമ്മൾ ചെയ്യുന്ന കേസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ബാൻഡ്വിഡ്ത്തിൽ ഒരു കണക്ഷൻ എടുത്തിട്ട് ആ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യാറ്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറ്. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യത്തെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഒരു പബ്ലിക് ഐപി മതി മെനി പ്രൈവറ്റ് ഹോസ്റ്റുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഇന്റർനെറ്റ് സർവീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി സേ പബ്ലിക് ഐപി ടു പ്രൈവറ്റ് ഐപി, പ്രൈവറ്റ് ഐപി ടു പബ്ലിക് ഐപി കൺവേർഷൻ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഇതില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 100 കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 കണക്ഷൻ വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും ചിന്തിച്ചോ? മനസ്സിലാക്കണ്ടോ? എന്താണ് അമൽ, മനസ്സിലായി. ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവം എങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ചിന്ത വന്നോ? ശരിയാണല്ലോ, അതെങ്ങനെ ശരിയാവും? അപ്പൊ നാറ്റ് എന്ന് പറയുന്ന മെക്കാനിസം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനകത്ത് മോഡം കൊണ്ട് തരുമ്പോൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത മോഡ് തരുന്നത് എല്ലാം എന്താണ്, നാറ്റ് എല്ലാം ചെയ്ത് ഫങ്ഷൻഡ് ആയിട്ടുള്ള ഒരു മോഡമാണ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞു, മനസ്സിലായോ? ഇങ്ങനെ ഒരു മെക്കാനിസം ഇല്ലാതെ ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല. 1000-ങ്ങളും 2000-ങ്ങളൊക്കെ വരുന്ന കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഈ സംവിധാനം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഫങ്ഷൻ ആവുന്നത്, അതിനകത്ത് എത്ര തരത്തിലുള്ള നാറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്ന സിനാരിയോ എന്റെ ഒറിജിനൽ ഓഫീസിനകത്തുള്ള പബ്ലിക് ഐപി ആണ് കേട്ടോ. ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള ഒരു സിനാരിയോ ആണ്, ഒറിജിനൽ IPs ആണ്. എനിക്ക് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിക് IP ആണിത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിക് IP ആണ്. ബട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റിംഗ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നത്? ഇത് ക്ലാസ് A ആണ് അല്ലെ, ക്ലാസ് എനെ ക്ലാസ് C ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഐഡി ഒറിജിനൽ പബ്ലിക് IP ആണ് ഈ കാണുന്നത്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള നാറ്റാണ് വരുന്നത്. അതിനകത്ത് ആദ്യത്തെ രണ്ടാമത്തെ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും അത് എന്താന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സ്റ്റാറ്റിക് നാറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു PC-ക്ക് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ 10.2 പറയുന്ന കമ്പ്യൂട്ടർ മാത്രമേ, ഞാൻ പറയുവാണ് 10.2 പറയുന്ന കമ്പ്യൂട്ടർ മാത്രമേ നമ്മുടെ പബ്ലിക് ഐപിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ 115, 252, 146, 162 എന്ന് പറഞ്ഞ് ഞാൻ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇറ്റ്സ് എ പെർമനന്റ് മാപ്പിംഗ്. പിന്നെ വേറെ ഒരുത്തിന് എന്ത് കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല. മീൻസ് ഇന്റർനെറ്റ് സർവീസ് കിട്ടില്ല. ഒരാൾക്ക് മാത്രമായിരിക്കും എന്ത് കിട്ടുന്നത്, ഇന്റർനെറ്റ് സർവീസ് കിട്ടുന്നത്. പോയിന്റ് മനസ്സിലായോ? ഒരാൾക്ക് മാത്രമായിരിക്കും എന്ത് കിട്ടുക, ഇന്റർനെറ്റ് സർവീസ് കിട്ടുക. ഇനി ഈവൻ അയാൾ ഡൗൺ ആയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത ആൾക്കാർക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഗെയിൻ മോഡത്തിനകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ റൗട്ടറിനകത്ത് കയറി, ഏതാ യൂസ് ചെയ്യുന്നത്, നോർമൽ മോഡ് ആയിരിക്കും, മോഡത്തിനകത്ത് കയറി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീകോൺഫിഗർ ചെയ്യേണ്ടി വരും. റീകോൺഫിഗർ ചെയ്താലും വേറെ ഏത് IP ആണോ നിങ്ങൾ കൊടുക്കുന്നത് അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ.
അപ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നാറ്റ് ആയിരിക്കുമോ? ഇങ്ങനെ ഏതെങ്കിലും അല്ല. ഫേമിലൊക്കെ ഉണ്ടാവുമോ? ഇങ്ങനെ ഒരു സാഹചര്യമുള്ള ഒരു ഫേം ഉണ്ടാവുമോ? എനിക്ക് അറിവിലുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പണ്ടൊക്കെ ഒരു ഡാറ്റ എൻട്രിയുടെ വർക്കൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മൾ 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ വർക്കിനൊക്കെ കയറുന്നത്, അതായത് ബുക്സിനകത്തുള്ള ടൈപ്പ് ചെയ്ത് കയറ്റാന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇങ്ങനെ 3 ആൾക്കാരുണ്ട്, 4 ആൾക്കാരുണ്ട്. ഇത് അവിടുത്തെ മെയിൻ ആള് ലീഡർ ഇരിക്കുന്ന ഒരു PC ആണെന്ന് വിചാരിക്കും. ബാക്കിയുള്ളവർ ആ ബുക്ക് നോക്കിയിട്ട് ആ ഡാറ്റ എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് അവസാനം പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന PCക്കകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അതിലോട്ട് എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അവർക്കൊക്കെ ഇന്റർനെറ്റ് വേണോ? വേണ്ട. അപ്പൊ ഫയൽസ് ആവശ്യമില്ല. അങ്ങനെ സാഹചര്യം ഒന്നും എവിടെ ഇല്ല കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് മാത്രം ഫുൾ ടൈം എന്ത് ചെയ്യണം, FB നോക്കണം, ഇൻസ്റ്റ നോക്കണം. ഓക്കെ, അന്ന് ഇൻസ്റ്റയില്ല, അന്നൊക്കെ ഇൻസ്റ്റയുടെ വേറൊന്നും ഉണ്ടായിരുന്നല്ലോ. ഓർക്കുട്ട്. ആ അതെ അതെ, അത് മഹാസംഭവമായിരുന്നു ഓർക്കൂട്ട്. ഓക്കെ, അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെ സംഭവം ഉള്ള കേട്ടോ. അതിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്ത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരാരും ഇന്റർനെറ്റ് യൂസ് ചെയ്യരുത്, മിസ്യൂസ് ചെയ്യും, അതായത് വർക്ക് ചെയ്യില്ല എന്ന വിചാരമാണ്. അപ്പം ഇയാൾ പോയാലും അവരോട് ഇന്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്തിട്ട് പോകും എന്ന രീതിയിൽ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴൊന്നും ഇല്ല. അതുകൊണ്ട് സ്റ്റാറ്റിക് നാറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം വളരെ റയറായി ഉണ്ടാവാൻ ചാൻസേ ഇല്ല. ഓക്കെ, ഇനി അങ്ങനെ വന്നപ്പോ അടുത്തൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. ഓ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണല്ലോ, ഒരാൾക്ക് മാത്രം പെർമനന്റ് മാപ്പിംഗ്. അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഡൈനാമിക് നാറ്റ് ചെയ്യാം. ഡൈനാമിക് നാറ്റ് ചെയ്യുമ്പോഴും അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകുന്ന കേസാണ്. എക്സാമ്പിൾ, ഈ 4 ആൾക്കാരിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 10.0 നിന്നും വരുന്ന ആദ്യം വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണം, നമ്മൾ 162 പറയുന്ന പബ്ലിക് ആയിട്ട് കൊടുക്കണം. ആരാണോ ആദ്യം വരുന്നത് അയാൾ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ 10.5 വന്നെന്ന് വിചാരിക്കുക, അയാൾക്കാർക്ക് എന്ത് കിട്ടുക, ഇന്റർനെറ്റ് കിട്ടുന്നത്. അയാളുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക്. എപ്പോ അവിടെ അടി ഉണ്ടായി ചോദിച്ചാൽ പോരെ, അല്ലേ? ഇപ്പൊ 40 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 4 ആൾക്കാരുണ്ട്. 10.5 ആദ്യം പോയി ആക്സസ് ചെയ്തു, അപ്പൊ 10.5 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 10.5 ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അടുത്ത ആൾക്ക് ഇന്റർനെറ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഉണ്ടാവുമോ സിറ്റുവേഷൻ? പണ്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നാറ്റ് ആണ് പാറ്റ് എന്ന് പറയുന്നത്. പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ, ഡൈനാമിക് നാറ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? Yes. അതായത് നമ്മൾ നേരത്തെ സ്റ്റാറ്റിക്കിനകത്ത് IP ആണ് അലോ ചെയ്തതെങ്കിൽ ഡൈനാമിക്കിനകത്ത് എന്താണ്, നെറ്റ്വർക്ക് ആണ് അലോ ചെയ്യുന്നത്. ബട്ട് കണ്ടീഷൻ ഉണ്ട്, ആദ്യം ആര് വരുന്നു അവർക്ക് ഇന്റർനെറ്റ്, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രം അടുത്തവർക്ക് ഇന്റർനെറ്റ്. അങ്ങനെ അവസാനം ഫൈനലി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ നാറ്റ് കണ്ടുപിടിച്ചു, എന്താണ്, പാറ്റ്. അപ്പൊ പാറ്റ് ആ പേര് പോലെ തന്നെ പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഇനി ഈ പാറ്റ് ഇല്ലെന്ന് വിചാരിക്കാം, ഈ പാറ്റ് എന്ന് പറയുന്ന സർവീസ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ഫസ്റ്റ് PCക്ക് എന്ത് ആക്സസ് ചെയ്യണം, എക്സാമ്പിൾ FB, ഇങ്ങേർക്ക് ഇൻസ്റ്റ, ഇങ്ങേർക്ക് യൂട്യൂബ്. ഓക്കെ, അങ്ങനെ പല കണക്ഷൻസ് ആണ് പലരും ആക്സസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് PCയിൽ കണക്ഷൻ വരുന്ന കാര്യം ഞാൻ പറയാം. ഈ PCയിൽ നിന്നും ഒരു കണക്ഷൻ വരുന്നു. അപ്പൊ നേരെ റൗട്ടർ എന്ത് ഒട്ടിക്കുന്നു, സോഴ്സ് പോർട്ട് നമ്പർ 80, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ 80 വേണ്ട ആ റിക്വസ്റ്റ് നേരെ പബ്ലിക് IP വഴി എങ്ങോട്ട് കടത്തി വിടുന്നു, ISPയിലോട്ട് കടത്തി വിടുന്നു. അങ്ങനെ ISP FB എവിടെയാണെന്നും ആ സെർവർ എവിടെയാണെന്നും അതിന് റിപ്ലൈ ആയിട്ട് ISP എന്ത് ചെയ്യും, തിരിച്ച് റിപ്ലൈ കൊടുക്കും. റിപ്ലൈ കൊടുക്കുന്ന എങ്ങോട്ടായിരിക്കും, ഇവിടുന്ന് വരുമ്പോൾ സോഴ്സ് പോർട്ട് നമ്പർ എന്താണ്, 80 ആണ്, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്താണ്, 80 ആണ്. തിരിച്ചു വരുമ്പോൾ എന്താ വരുന്നത്, സെയിം പോർട്ട് നമ്പർ തന്നെയല്ലേ, അല്ലേ? സെയിം പോർട്ട് നമ്പർ വരുന്നത്. ഓക്കെ, അപ്പം ഇയാൾ മാത്രമേ ആക്സസ് ചെയ്തുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഇതേ സമയത്ത് ഇയാൾ ആക്സസ് ചെയ്യുമ്പോഴും റൗട്ടർ എന്താ ഫിക്സ് ചെയ്യുന്നത്, 80 പറയുന്ന പോർട്ട് നമ്പർ ആണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ഇയാൾക്ക് വേണ്ടിയുള്ള റിപ്ലൈ വരുമ്പോഴും 80ലോട്ടല്ലേ വരിക. അപ്പോ ചിലപ്പോ FB ആക്സസ് ചെയ്ത ആൾക്ക് എന്ത് കിട്ടും, എക്സാമ്പിൾ പറയുന്നത് ഇൻസ്റ്റ കിട്ടിയേക്കാം, ഇൻസ്റ്റ നോക്കിയ ആൾക്ക് എന്ത് കിട്ടിയേക്കാം, ചിലപ്പോൾ യൂട്യൂബ് കിട്ടിയേക്കാം. പ്രശ്നമല്ലേ? പ്രശ്നമല്ല, ഇങ്ങനെ സോഴ്സ് പോർട്ട് നമ്പറും ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പൊ അതിനുള്ള സംവിധാനമാണ് നമുക്ക് എവിടെ വന്നിരിക്കുന്നത്, പാറ്റിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പാറ്റ് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വോയിസ് ലെയർ ഞാൻ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ, വോയിസ് ലെയർ? അതിനകത്ത്
1023 വരെ എന്താണ് പോർട്സ് റിസർവ്ഡ് അല്ലേ? ഓർക്കുന്നുണ്ടോ? റിസർവ്ഡ് ആണ്. ആപ്ലിക്കേഷൻ ലെയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബാലൻസ് വരുന്ന 1024 ഓൺവേർഡ്സ് എന്താണ്? ഫ്രീ അല്ലേ? ഓപ്പൺ ക്ലൈന്റ് പോർട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാറ്റ് പഠിക്കുമ്പോൾ അത് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞിരിക്കുക 1024 ഓൺവേർഡ്സ് എന്താണ്? ഫ്രീ ആണ്. ഫ്രീ ക്ലൈന്റ് പോർട്സ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഓർമ്മ വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന സർവീസ് നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ FB ആണ്, ഇയാൾ ഇൻസ്റ്റ ആണ് കേട്ടോ. അപ്പൊ FBയിൽ നിന്നും ഒരു റിക്വസ്റ്റ് വരുന്നു. നമ്മുടെ റൗട്ടർ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് സോഴ്സ് പോർട്ട് നമ്പർ എന്താക്കി വെക്കും? എക്സാമ്പിൾ 1000. ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്ത് തന്നെയായിരിക്കും? 80 ആയിരിക്കും. ദെൻ 1024 ഏത് പീസിൽ നിന്ന് വന്നു? ഏത് പീസിൽ നിന്ന് വന്നിരിക്കുന്നത്? 10.2. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇത് എങ്ങോട്ട് അയക്കുന്നത്? ഡെസ്റ്റിനേഷനോട് അയക്കുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷന് തിരിച്ചു വരുമ്പോൾ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്തായിരിക്കും? ഇവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇത് സോഴ്സ് പോർട്ട് നമ്പറും ഇത് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറും. തിരിച്ചു വരുമ്പോഴോ ഈ സോഴ്സ് പോർട്ട് നമ്പറിനെ മാറും, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറെ മാറും, ഇതെന്താ മാറും? സോഴ്സ് പോർട്ട് നമ്പറെ മാറും. അപ്പൊ നേരെ തിരിച്ച് റിപ്ലൈ വരുമ്പോൾ ഈ നമ്മുടെ റൗട്ടറിലോട്ട് വരുമ്പോൾ റൗട്ടർ എന്താ നോക്കുന്നത്? 1024. ഈ 1024 ആരാണ്? അവിടെ നോട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആരാണ്? 10.2. അപ്പൊ നേരെ ആർക്ക് അയച്ചു കൊടുക്കും? 10.2 അയച്ചു കൊടുക്കും. ഇവിടുന്ന് വന്നതാണെങ്കിലോ 1025 പറയുന്ന പോർട്ട് നമ്പർ ആയിരിക്കും മേ ബി ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഇത് ആരുടെ IP ആണ്? 10.3. അപ്പൊ നേരെ 1024 ആരുടെ പോർട്ട് നമ്പർ നോക്കുന്നു, നേരെ റൗട്ടർ ഇങ്ങോട്ട് ഡയറക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ഡയറക്ട് ചെയ്യുന്നു. ഇങ്ങനെ എത്ര പോർട്ട് നമ്പേഴ്സ് വന്നാലും നോ ഇഷ്യൂസ്, ബിക്കോസ് വി ആർ യൂസിങ് ഓപ്പൺ ക്ലൈന്റ് പോർട്സ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മിസ്മാച്ച് ആവൂലേ? പ്രശ്നങ്ങളാവും. ലേഡി സ്റ്റാഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ അവർ കാണും അല്ലേ? പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ ഓപ്പൺ ക്ലൈന്റ് പോർട്ട് നമ്പേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്ന കണ്ടീഷനൊക്കെ കാണിച്ചു തരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷോ കമാൻഡ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഈ 1025 ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ 80 ആണെന്നും എല്ലാം എന്ത് ചെയ്യാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം സ്റ്റാറ്റിക് നാറ്റ്, ഡൈനാമിക് നാറ്റ്, പാറ്റ്, പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ. അത് പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ ഞാൻ ഒന്ന് കോൺഫിഗർ ചെയ്തൊന്ന് കാണിച്ചു തരാം. ബാക്കി രണ്ട് ആവശ്യമുണ്ടോ? യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ സിന്റാക്സ് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സിന്റാക്സ് വരുന്നത്. സ്റ്റാറ്റിക് നാറ്റ് ആയിക്കോട്ടെ, ഡൈനാമിക് നാറ്റ് ആയിക്കോട്ടെ. ഫസ്റ്റ് പേജ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും? ഇങ്ങനെയാണല്ലോ അല്ലേ ഇത്? കാണുന്നില്ലേ? ഓക്കെ, ആ ഓക്കെ. രണ്ടാമത്തെ കംപ്ലീറ്റ് സിന്റാക്സ് ആണ്. സിന്റാക്സ് നോട്ട് ചെയ്ത് വെച്ചു, പക്ഷെ ലാബ് ഞാൻ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലിയർ? അടുത്ത പേജ്. ഇതാണ് നമ്മുടെ ലാബ്. അതായത് ഇവിടെ ISP കസ്റ്റമർ ഒക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് എല്ലാ കോൺഫിഗറേഷൻ ആര് തന്നെ ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. ഓൾറെഡി ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സിന്റാക്സ് ചെയ്തിട്ടുണ്ട്. അതിന് സിന്റാക്സ് ഒക്കെ എന്താ പ്രത്യേകത നോക്കിയാൽ, ആദ്യം നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യാം. ടോപ്പോളജിക്കകത്ത് കാണുന്ന പോലെ 0/0ക്ക് എന്ത് കൊടുക്കണം? 10.1 എന്ന് പറഞ്ഞ IP കൊടുക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസ് അല്ലേ? ഓക്കെ, 10.1 കൊടുക്കണം. S/0ക്ക് എന്ത് കൊടുക്കണം? നമ്മുടെ പബ്ലിക് IP കൊടുക്കണം. മാസ്ക് മാത്രം മാറരുത്, കറക്റ്റ് ആയിട്ട് മാസ്ക് കൊടുക്കുക. ദെൻ നമ്മുടെ ഈ കാണുന്ന റൗട്ടറിന് ഇങ്ങോട്ട് പോകുമ്പോൾ ഏത് റൗട്ടിംഗ് ചെയ്യേണ്ടത്? ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് നമുക്ക് എന്താണെന്ന് അറിയോ? നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്? ഈ ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഡീഫോൾട്ട് റൗട്ടിംഗ് മറന്നുപോയോ? ഡീഫോൾട്ട് റൗട്ടിംഗ് പ്രത്യേകത എന്താ? എനിക്ക് ഡെസ്റ്റിനേഷൻ അറിഞ്ഞുകൂടാ. ഡെസ്റ്റിനേഷൻ ആർക്കറിയാം? ISPക്ക് അറിയാം. ISP റൗട്ടിനകത്ത് എല്ലാം സ്റ്റോർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എവിടെ എത്തിച്ചേർന്നാൽ മതി? ഈ കാണുന്ന IP-ലോട്ട് എത്തിച്ചേർന്നാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങളുടെ മോഡത്തിൽ നിന്ന് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഡീഫോൾട്ട് റൂട്ടിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്നതിന് ശേഷം അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടറിന് അറിയില്ല ഏതാണ് നമ്മുടെ ലാൻ, ഏതാണ് വാൻ എന്നറിയില്ല. അത് പറഞ്ഞു കൊടുക്കുക. F0/0 പറയുന്നത് നമ്മുടെ ഇൻസൈഡ് ആണ്, നമ്മുടെ ലോക്കലാണ്. S1/0 പറയുന്നത് വെളിയോട്ട് പോകുന്ന പബ്ലിക് ആണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ റൗട്ടറിന് എന്തറിയുള്ളൂ? ഏത് പബ്ലിക് ഏത് സോഴ്സ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അഗൈൻ
ISP-ക്കകത്ത് കയറിയിട്ട് നമ്മൾ തന്നെയാണ് കസ്റ്റമർ, ISP ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0/0-കകത്ത് കയറിയിട്ട് അവൾ കൊടുത്തിരിക്കുന്ന IP എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ദെൻ നമ്മൾ പബ്ലിക് IP എന്താണ് അതെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് റൗട്ടിംഗ് ആണ്. നമ്മുടെ നെറ്റ്വർക്കിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സ്റ്റാറ്റിക് റൂട്ട് ചെയ്യുക. നോർമലി ISP ഏത് റൂട്ടിംഗ് വേണമെങ്കിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. സ്റ്റാറ്റിക് ആയിരിക്കാം, PGP ആയിരിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ബോധനാണ്. നമ്മളൊരു തട്ടുകൂട്ട് ലാബ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് നമുക്ക് വരുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോ ഡ്രാഗ് ചെയ്തിട്ട് സെർവർ പോലെ എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു സെർവർ ഡ്രാഗ് ചെയ്തിട്ട് IP-യും ഗേറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഈ കാണുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ത് കിട്ടും? അങ്ങോട്ട് ഇന്റർനെറ്റ് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, HTTP സർവീസ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ ഒരു സെർവർ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഇവിടെ സ്റ്റാറ്റിക് ഡാറ്റ ചെയ്യുന്ന ലാബാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സിന്റാക്സ് വരുന്നത്, ലാബാണ് വരുന്നത്. R1 കൊടുക്കുന്ന കമാൻഡ് നോക്കിയാൽ സ്റ്റാറ്റിക് എന്തുമാത്രം പറയുന്നത് 10.2 പറയുന്ന കമ്പ്യൂട്ടർ 162 പറയുന്ന IP-ലോട്ട് പെർമനന്റ് മാപ്പിംഗ് ആണ്. എന്താണ്? പെർമനന്റ് മാപ്പിംഗ് ആണ്. ഇതാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിന്റാക്സ്. IP-NAT ഇൻസൈഡ് സോഴ്സ് സ്റ്റാറ്റിക്. 10.2 പറയുന്ന ലോക്കൽ കമ്പ്യൂട്ടർ 160 പറയുന്ന പബ്ലിക് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ സർവീസ്? ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയോ, കോൺഫിഗർ ചെയ്തിട്ട്. ഓക്കെ, 10.2 മാത്രം. അടുത്ത എന്താണ് എടുത്തു കഴിഞ്ഞത്? അടുത്ത നമ്മുടെ ഡൈനാമിക് ആണ് വരുന്നത്. ഡൈനാമിക് ചെയ്യുന്ന സമയത്ത് 1-2 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഏത് നെറ്റ്വർക്കിംഗ് നമുക്ക് അലോ ചെയ്യേണ്ടത്, പെർമിറ്റ് ചെയ്യേണ്ടത്? ISP-ലോട്ട് 10.0. അപ്പൊ 10.0 പെർമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? 10.0 പറയുന്ന നെറ്റ്വർക്കിനെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പബ്ലിക് IP വെച്ചിട്ട് ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം വെച്ച് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ DTT പറയുന്ന ഒരു പൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്റെ കയ്യിലിരിക്കുന്ന പബ്ലിക് IP ഞാൻ എന്ത് ചെയ്തു? അവിടെ പബ്ലിഷ് ചെയ്തു. സോഴ്സ് പബ്ലിക് IP, ഡെസ്റ്റിനേഷൻ പബ്ലിക് IP എന്നാണ്. നമ്മുടെ കയ്യിൽ രണ്ടും സെയിം ആയതുകൊണ്ട് രണ്ടും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം തന്നെ കൊടുക്കുക. ദെൻ ഈ കാണുന്ന അഡ്രസ്സിലേക്ക് വരുന്ന മാസ്ക് എന്താണോ ആ മാസ്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. നെറ്റ് മാസ്ക് വരുന്ന കീവേഡ് ആണ്, നെറ്റ് മാസ്ക് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് മാസ്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആക്സിസ്റ്റിനെയും ഈ പബ്ലിക് പൂളിനെ നമുക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അതാണ് ഈ കമാൻഡ്. സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ വൺ എന്താണ്? നമ്മുടെ ആക്സസ് ലിസ്റ്റിന്റെ നമ്പർ ആണ്. മനസ്സിലായോ? ഈ വണ്ണിനെ ഏത് പൂളിലോട്ട് കടത്തി വിടണം? ഈ പറയുന്ന പൂളിനകത്ത് കടത്തി വിടണം. ആ പൂളിനകത്ത് എന്താ ഉള്ളത്? നമ്മുടെ പബ്ലിക് IP. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക് NAT ആയി. ഡൈനാമിക് NAT എന്ന് പറയുന്ന സമയത്ത് 10.2 ആക്സസ് ചെയ്തെങ്കിൽ അയാൾ കിട്ടുള്ളൂ. അയാളുടെ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ലാബ് ഈ കാണുന്ന ഒരു ലാബാണ്. ആകെ ഒരേ ഒരു വ്യത്യാസം, പാറ്റിലോട്ട് വരാൻ വേണ്ടി ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഓവർലോഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്താൽ മതി. ഡൈനാമിക് NAT-ന്റെ അതേ കോൺഫിഗറേഷൻ തന്നെ, എവിടെയും ഒരു മാറ്റം വരുന്നില്ല. ആ ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് എന്ത് ചെയ്താൽ മതി? ഓവർലോഡ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കമാൻഡ് മാത്രം കൊടുത്താൽ മതി. ഞാൻ തൊട്ടപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇത് കണ്ടോ? സെയിം കമാൻഡ്, യാതൊരു വ്യത്യാസമില്ല. ആദ്യം ആക്സസ് ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത് പൂൾ ക്രിയേറ്റ് ചെയ്യുന്നു, മൂന്നാമത് അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ബട്ട് ഓവർലോഡ് എന്ന് പറയുന്ന കമാൻഡ് എഡ്ജിൽ ഒന്ന് ആഡ് ചെയ്തു. അപ്പൊ എന്തായി മാറിക്കോളും? പാറ്റ് ആയി മാറിക്കോളും. ഇതാണ് നമ്മുടെ മെയിൻ ലാബ്. യെസ്, ഞാൻ ലാബ് ഇത് ക്ലോസ് ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഓക്കെ. ഇവരുള്ള ലാബ് ആരെങ്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നതോടെ നല്ല സ്പീഡിലാണ് പോകുന്ന ക്ലാസ്. ഓക്കെ, ഓക്കെ.
നമ്മൾ സെയിം ടോപ്പോളജി, സെയിം കോൺഫിഗറേഷൻ എല്ലാം സെയിം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നാറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. എനേബിൾ ഓർ റൺ ഇഷ്യൂ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാറ്റിന്റെ കോൺഫിഗറേഷൻ കണ്ടില്ലേ, നമ്മൾ പാറ്റാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഓവർലോഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിപ്പോൾ കാണിച്ച പോലെ ആക്സിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 10.0 പറയുന്ന ആക്സിസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പബ്ലിക് പൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൂൾ എന്ന് പറഞ്ഞിട്ട് CCNT പറയുന്ന ഒരു പേരിൽ പൂൾ കൊടുത്തിട്ട് പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓവർലോഡ് കമാൻഡും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡീഫോൾട്ട് റൗട്ടിങ്ങും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് കിട്ടും ഈ ടോപ്പോളജിക്കകത്ത്? എല്ലാ കമ്പ്യൂട്ടേഴ്സിനും എന്ത് കിട്ടണം? ഇന്റർനെറ്റ് സർവീസ് കിട്ടണം. ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്ന ലാസ്റ്റ് പീസിൽ IP കംപ്ലീറ്റ് 1 ആണ് കേട്ടോ. സെർവറിന്റെ IP 1.1.1. അപ്പോൾ നമ്മൾ PC-കകത്ത് കയറുന്നു, ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, വെബ് ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു. വെബ് ബ്രൗസർ വരുമ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി? 1.1.1.1 എൻ്റർ അടിക്കുന്നു. സിസ്കോ പാക്കറ്റൈസർ ഓപ്പൺ ആയി. അപ്പോൾ ഞാൻ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ക്ലൈന്റ് പോർട്സ് ഒന്ന് കാണിച്ചു തരാം. ഷോ കമാൻഡ് അടിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് കയറിയിട്ട്, റൗട്ടിനകത്ത് കയറിയിട്ട് കമാൻഡ് ഷോ IP NAT ട്രാൻസ്ലേഷൻസ് എൻ്റർ അടിച്ച് നിങ്ങൾക്ക് കാണാം. ഇൻസൈഡ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് IP, നമ്മുടെ പബ്ലിക് IP കാണുന്നുണ്ടോ? ദെൻ ഇൻസൈഡ് ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പീസ് നമ്മൾ ട്രൈ ചെയ്ത് 10.2 അതിന് തൊട്ടടുത്ത് തന്നെ നോക്കിക്കേ, ഒരു 1025 വന്നാണ്ടോ? അതെന്താണ്? നമ്മുടെ ഓപ്പൺ ക്ലൈന്റ് പോർട്ടാണ്. 10.2ന് വേണ്ടിയിട്ട് നമ്മുടെ റൗട്ടർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പോർട്ട് നമ്പറാണ് 1025. അത് 1024 ഏത് വേണമെങ്കിൽ വരാം. ദെൻ ഔട്ട്സൈഡ് എന്താ നോക്കിക്കേ, 80. പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? ഇനി ഞാൻ അടുത്ത പീസിന് ട്രൈ ചെയ്താലോ? അയാൾക്ക് വേറൊരു നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതായിരിക്കും വേറെ നമ്പർ. അപ്പൊ ഞാൻ നോക്കുന്നത് 10.3 എന്നാണ്. 10.3 ഞാൻ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, ഇയാൾ നിന്ന് ട്രൈ ചെയ്യുന്നു. 1.1.1.1 എനിക്ക് ആക്സസ് കിട്ടി. ഇതേ സമയത്ത് ഞാൻ എൻ്റെ റൗട്ടിനകത്ത് കയറി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എഗെയിൻ ഞാൻ ഷോ IP NAT ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം 10.3ക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന പോർട്ട് നമ്പർ 1025 തന്നെയാണ്. അങ്ങനെ വരാമല്ലോ. ഞാൻ HTTPS ഒന്ന് ട്രൈ ചെയ്തു. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. 1026 ആണ് 10.3ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ബട്ട് ഞാൻ ട്രൈ ചെയ്ത സർവീസ് എന്തായിരുന്നു? HTTPSന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 443 അല്ലേ? അത് അവിടെ കാണിച്ചു തരുന്നുണ്ട് 443. നമ്മൾ എന്ത് സർവീസ് ട്രൈ ചെയ്താലും വരും. ഓക്കെ, അപ്പൊ നമ്മൾ HTTP നോക്കി, S നോക്കി. യെസ്, അപ്പൊ ഞാനൊരു 3 പ്രാവശ്യം ഞാൻ എൻ്റർ അടിച്ചു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കാണിച്ചത്. ഇനി അടുത്ത PC ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. എക്സാമ്പിൾ ലാസ്റ്റ് PC 10.5 ഞാൻ ഒന്ന് ട്രൈ ചെയ്യണം. 1.1.1 ട്രൈ ചെയ്തു. എടുക്കുന്നത് 5 ആണ് 1000. അതെന്തോ ബഗ്ഗാണ് കേട്ടോ. ഓക്കെ, 25 എടുക്കുന്നത്. ബട്ട് 443ക്ക് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. റിയൽ ടൈം അങ്ങനെ വരില്ല, ഒരിക്കലും സെയിം പോർട്ട് നമ്പർ വരില്ല. ദെൻ ഇനിയിപ്പോ ഞാൻ ICMP ട്രാഫിക്കിന് എന്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പോർട്ട് നമ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. പോർട്ട് നമ്പർ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പിങ് അടിച്ച് നോക്കാം. നമ്മുടെ പിങ് 1.1.1
ഞാൻ പിങ് ചെയ്തു. അപ്പോൾ ഒരു സീക്വൻസ് നമ്പർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഇങ്ങനെ ഒരു പോർട്ട് നമ്പർ ഉണ്ടാവുമോ? 1 2 3 4. ഓക്കെ, അപ്പൊ അതിന് മീനിങ് എന്താണ്? ICMP ട്രാഫിക്കിന് എന്തില്ല? പോർട്ട് നമ്പർ ഇല്ല. ബട്ട് വന്ന പോർട്ടും പോയ പോർട്ടും എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന റൗട്ടറിലൂടെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഷോ IP NAT ട്രാൻസിഷൻസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് കഴിയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നോർമലി ഒരു NAT എന്ന് പറയുന്ന സർവീസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഏത് ട്രാഫിക് പോവാണെങ്കിലും എല്ലാത്തിനും ലോഗ് നോക്കി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. യെസ്, ക്ലിയർ? എനി ഡൗട്ട്സ്? നോർമലി ഇതൊരു തിയറി പാർട്ടായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനത് ലാബാക്കി സെറ്റാക്കി കാണിച്ചതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ആ കമാൻഡ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്. ഓക്കെ, ചുമ്മാ പറഞ്ഞു പോകുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ലാബ് സെറ്റ് ചെയ്ത് വെച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നാളെ ഇതിന്റെ അഡ്വാൻസ് ലെവലിൽ വരുന്ന ടോപ്പിക്കാണ്. അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എടുത്തത് തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ സപ്പോർട്ട് ഇല്ലാതെ CCNA ലെവലിൽ വരുന്ന കാര്യങ്ങൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടി അവിടെ കവർ ചെയ്തത്. അതായത് NAT അല്ല, ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, സ്റ്റാൻഡേർഡും എക്സ്റ്റൻഡും ഒക്കെ. ഇതിന്റെ ആവശ്യം നാളെ ശരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഡെപ്തായി മനസ്സിലാവും. അത് ആക്സസ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ കവർ ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെ ഓക്കെ, ഓക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്.